ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ ഇപ്പോഴും പ്രശ്നങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് പ്രധാന കാരണം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാത്തതാണ് എന്നാണ് ഈജിപ്തും ഖത്തറും ഇപ്പോൾ തുറന്നു പറയുന്നത്. ദോഹയിൽ നടന്ന ഫോറത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇത് വ്യക്തമാക്കുകയുണ്ടായി. ഗാസയിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പുറത്തു പോകണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ബന്ദികളെ പരസ്പരം കൈമാറിയെങ്കിലും അതിനുശേഷം ഒന്നും നടപ്പാകാതെയാണ് നിൽക്കുന്നത്. ഇസ്രായേൽ നടപടി പാലിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഹമാസ് നേതാക്കൾ പറഞ്ഞത് ഇസ്രായേൽ പിന്മാറിയാൽ തങ്ങളുടെ ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുമെന്നാണ്. അതേസമയം ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ ഈ മാസം നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഗാസയുടെ ഭരണ ചുമതല വഹിക്കാൻ ബോർഡ് ഓഫ് പീസ് എന്ന രാജ്യാന്തര സമിതി രൂപീകരിക്കാനാണ് സാധ്യത. ട്രംപ് തന്നെയാണ് ഈ സമിതിയുടെ അധ്യക്ഷനാകാൻ സാധ്യതയുള്ളത്. ഇസ്രായേൽ ദിനംപ്രതി വെടിനിർത്തൽ ലംഘിക്കുന്നതിനാൽ ഗാസയിൽ രാജ്യാന്തര സേനയെ അടിയന്തരമായി വിന്യസിക്കണമെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അഹമ്മദ് മുഹമ്മദ് അബലാട്ടി ആവശ്യപ്പെട്ടു. ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരമല്ലാതെ ഈ പ്രശ്നത്തിന് വേറെ വഴിയില്ലെന്ന് സൗദി അറേബ്യയും വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ്. വടക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഒരു വൃദ്ധയും മകനും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെടുകയും മധ്യ ഗാസയിലും പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ 70,360 പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 1,71,047 പേർക്ക് പരിക്കേൽക്കുകയും 200 പേർ ഇപ്പോഴും ബന്ദികളായി തുടരുകയും ചെയ്യുന്നു. ഇത്തരം രൂക്ഷമായ സാഹചര്യം തുടരുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ദുരിതം വീണ്ടും കൂടുകയാണെന്നത് അന്തർദേശീയ സമൂഹം മുന്നറിയിപ്പായി കാണുന്നുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.